മലപ്പുറം പാണ്ടിക്കാട് വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ രണ്ടുപേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകാൻ സഹായിച്ചവരാണ് കസ്റ്റഡിയിലുള്ളത്. വ്യവസായി ഷമീറിനെ പക്ഷേ ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകും. വിപിൻ, ഗുഡ് മോർണിംഗ്. ഈ ഷമീർ എവിടെയുണ്ടെന്ന് ഒരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? SKN കേരളം വിട്ടു പോയിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. ഊർജിതമായി തന്നെ അന്വേഷണം നടക്കുന്നു. അതിലാണിപ്പോൾ രണ്ടുപേർ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഒരു വലിയ സംഘം ചേർന്നാണ് ഈ ഷമീറിനെ തട്ടിക്കൊണ്ടുപോകുന്നത് ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഒരു ഇന്നോവ കാറിലെത്തിയ സംഘമാണ് ഈ തട്ടിക്കൊണ്ടുപോയത് എന്നുണ്ടെങ്കിൽ പോലും അതിലേക്ക് മുന്നിൽ വാഹനങ്ങളൊക്കെ ആയിട്ട് പോകുന്ന രീതിക്ക് ഒരു ഷിഫ്റ്റ് കാറും ഒരു ബൈക്കും ഒക്കെ ഇതിനു മുൻപ് തന്നെ ആ പ്രദേശം വന്ന് നോക്കുകയും ആ പരിസരം നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള രണ്ടുപേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വാഹനത്തെക്കുറിച്ചും കൃത്യമായിട്ടുള്ള വിവരം പോലീസിന് ലഭിച്ചു എന്നാണ് അറിയിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടില്ല. ഷമീറിനെ ഇപ്പോൾ മിനിഞ്ഞാന്ന് രാത്രി 8 മണിയോട് കൂടിയാണ് തട്ടിക്കൊണ്ടുപോയത്. അതിനുശേഷം 2 ഫോൺ കോളുകളാണ് ഇവരുടെ വീട്ടുകാർക്കും അതൊപ്പം തന്നെ ബിസിനസ് പങ്കാളിക്കും വന്നത്. 1,60,00,000 രൂപയുടെ ചെക്ക് റിലീഫുകൾ റെഡിയാക്കി വെക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ആണ് വന്നിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം ഒരു ശബ്ദ സന്ദേശവും വന്നിട്ടില്ല. ആ രീതിക്ക് കൂടി പോലീസിന്റെ അന്വേഷണം പോകുന്നു എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നായിരിക്കും ഷമീറിന്റെ ഫോണിൽ നിന്നാണ് ഈ ഭാര്യയെയും ബിസിനസ് പങ്കാളിയെയും വിളിച്ചത് എന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ്. UAE നമ്പറാണ് ഷമീർ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. സാമ്പത്തിക തട്ടിപ്പാണ് എന്നുള്ളത് പോലീസ് ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂർ ചാവക്കാടുള്ള ഒരു സംഘത്തെ കേന്ദ്രീകരിച്ചൊക്കെ പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചു വരികയുമാണ്. അപ്പോൾ ബിസിനസ്, മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ഇതൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പാണ്ടിക്കാട് കേസിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 5 ദിവസത്തിനകം തന്നെ തിരിച്ച് UAE-യിലേക്ക് പോകാൻ തീരുമാനിച്ചതിനിടെയാണ് ഇപ്പോൾ ഷമീറിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നതും 1 ദിവസത്തിന് ശേഷം കാണാമറയത്തിരിക്കുന്നതും. താങ്ക് യു, വിപിൻ സി വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.